ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. എല്ലാവരും ഓണം നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വക ഹാപ്പി ഓണം. അപ്പോൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് വെളിയിൽ വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് ആ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോഷ് ക്രോങ്കി മിക്കേൽ അർട്ടേറ്റയുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചു എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ നടക്കുന്ന ചെറിയൊരു ന്യൂസ്. അപ്പോൾ ഈ ന്യൂസിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ് ന്യൂസിൻ്റെ ഉള്ളടക്കം, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ മെസ്സേജ് ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം, ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ജോഷ് ക്രോങ്കി ഹാസ് ഹെൽഡ് എ മീറ്റിംഗ് വിത്ത് മിക്കേൽ അർട്ടേറ്റ ഡിസ്കസിംഗ് വാട്ട് ഹി എക്സ്പെക്ട്സ് ദിസ് സീസൺ. He has given Arteta everything he asked for and expects to have a successful season. Last line, trophies must be won. ഇതാണ് ഇൻസ്റ്റഗ്രാമിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന ന്യൂസ്. അപ്പോൾ ഈ ന്യൂസ് ക്രെഡിബിൾ ആണോ, ഇത് എന്തെങ്കിലും ഇതിൽ സത്യമുണ്ടോ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും ഇതിന് ക്രെഡിബിലിറ്റി ഉണ്ട്. അതിന് മെയിൻലി രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഞാൻ ഈ ജോഷ് ക്രോങ്കി എത്രത്തോളം ആർസണൽ ഫുട്ബോൾ ക്ലബ്ബുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആള് എന്നുള്ള ഒരു കാരണമാണ് ഒന്നാമത്തെ കാരണം. ഓക്കെ, രണ്ടാമത്തെ കാരണത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഒന്നാമത്തെ കാരണത്തിന് എന്താണ് എനിക്ക് എവിഡൻസ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും ഓൾ ഓർ നത്തിങ് ആർസണൽ സീരീസ് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ, 4 വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു, ഈ ഒരു 3 വർഷം എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ. ഓക്കെ, അപ്പോൾ ആ ഒരു സീരീസ് ഞാൻ ഈ TV സീരീസ് കാണുന്ന പോലെ തന്നെ ഭയങ്കര അഡിക്റ്റീവായിട്ട് കണ്ട ഒരു ആളാണ് ഞാൻ. അപ്പോൾ അതിനകത്തെ സീസൺ 1 എപ്പിസോഡ് 1 തന്നെ, ആ സമയത്താണെങ്കിൽ അർട്ടേറ്റ ഭയങ്കര മോശം ഒരു ഫോമിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. ചെൽസിയുമായിട്ട് തോക്കുന്നു, കുറേ ടീംസുമായിട്ട് തോക്കുന്നു, പോയിന്റ് നിലയിൽ ഭയങ്കര മോശമായിട്ട് നിൽക്കുന്നു. അതിൻ്റെ മണ്ടയിൽ ഒബമയാങ്ങുമായിട്ടുള്ള ക്യാപ്റ്റൻസി ഇഷ്യൂ എങ്ങനെ വന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ജോഷ് ക്രോങ്കി ആർസണലിൻ്റെ ക്യാൻറ്റീൻ ഏരിയയിൽ വന്നിട്ട് അർട്ടേറ്റയുമായിട്ട് ഫേസ് ടു ഫേസ് ഒരു മീറ്റിങ്ങിൻ്റെ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, ജോഷ് ക്രോങ്കി അർട്ടേറ്റയോട് പറയണേ, ലുക്ക്, ഞാൻ അത്ര ഹാപ്പി ഒന്നുമല്ല. ഓക്കെ, ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ കുറേ ആൾക്കാർ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നീ ഒരു കാര്യം ഓർത്താൽ മതി, നിൻ്റെ കൂടെ ഞങ്ങളുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ജോഷ് ക്രോങ്കി ആർസണൽ ഫുട്ബോൾ ക്ലബ്ബുമായിട്ടും ഈ പറയുന്ന മാനേജേഴ്സും ഒക്കെ ആയിട്ട് എന്തോ ഒരു അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അതിൻ്റെ തൊട്ടടുത്ത സീൻ, അത് ഈ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത സീൻ, ജോഷ് ക്രോങ്കി പ്രൈമുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് സാധനം കൊടുക്കണം, തൊട്ടടുത്ത സീൻ. അപ്പോൾ ആ സീനിൽ ജോഷ് ക്രോങ്കി പറഞ്ഞതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളി പറഞ്ഞതാണ്, ഞാൻ ഈ വെളി നടക്കുന്നത് എന്താണെന്ന് ഉള്ളതിന് ഞാനൊരു കണ്ണുവെക്കും. ഓക്കെ, വെളി നടക്കുന്നത് എന്താ, ഈ ഫാൻസ് പറയുന്നത് എന്താണ്, മൊത്തത്തിൽ ആ ക്ലബിനെ പറ്റിയും അതിൻ്റെ അവസ്ഥയെ പറ്റിയും എന്താണ് പറയുന്നതെന്നുള്ള ഒരു കണ്ണുവെക്കും. പക്ഷെ ഞാൻ ഒന്നിനോടും പക്ഷെ അവർ പറയുന്ന എല്ലാം ഞാൻ വെള്ളം തൊടാതെ വിഴുങ്ങത്തില്ല. അതിന് കൊടുക്കേണ്ട രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇത് ഞാൻ എങ്ങനെ എഫക്റ്റീവായിട്ട് ബാക്കിയുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞാൻ ശ്രദ്ധ ചെലുത്താറുണ്ട് എന്ന്. അപ്പം ഇത്രയും ശ്രദ്ധ ചെലുത്തുന്ന ഒരാൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചു എന്ന് പറയുമ്പോൾ അതിന് ക്രെഡിബിലിറ്റി കൂടുതൽ തന്നെയാണ്. അതിന് നമ്മൾ അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നില്ല എന്നുള്ള, അതായത് ഇൻ്റർനെറ്റിൽ ചുമ്മാ നടക്കുന്ന ഒരു സംഭവമായിട്ട് നമ്മളിതിനെ കാണണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ 3 ഗെയിം കളിച്ചു. ഈ 3 ഗെയിമിലും നമ്മുടെ കഴിഞ്ഞ സീസണിൻ്റെ ഒരു 50% പെർഫോമൻസ് പോലും നമ്മൾ കാഴ്ചവെച്ചിട്ടില്ല. ഫസ്റ്റ് ഗെയിം കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഓൾഡ് ട്രഫോർഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട്. സെക്കൻഡ് ഗെയിം ആദ്യത്തെ 30 മിനിറ്റ് ലീഡ്സുമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ക്രിയേറ്റിവിറ്റിക്ക്. അത് കഴിഞ്ഞ് നമ്മൾ കോർണറിൽ നിന്ന് ഒരു ഗോൾ അടിക്കുന്നു, പിന്നെ ചടപടാന്ന് നമ്മൾ ഗോൾ അടിക്കുന്നു, 5 ഗോൾ. ഓക്കെ, ഫൈൻ. മൂന്നാമത്തെ ഗോളിൽ ലിവർപൂളിൻ്റെ അവിടെ ചെന്നിട്ട് നമ്മൾ തോക്കുന്നു, ആൻഫീൽഡിൽ ചെന്ന് നമ്മൾ തോക്കും. അപ്പം ഇങ്ങനെ ഇത്രയൊരു സീസൺ തുടങ്ങി ഈ 3 ഗെയിം കഴിഞ്ഞിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാണുന്നില്ലല്ലോ. ഈ ടീം ടൈറ്റിൽ ജയിക്കാൻ
വലിയ ഹോപ്പൊന്നും ഇല്ലല്ലോ എന്ന് ജോഷ് ക്രോങ്കിക്ക് ഒരു വിവരമുള്ള ഇത്രയും ബോർഡ് ഓഫ് ഡയറക്ടറായ ജോഷ് ക്രോങ്കിക്ക് ഈസിലി കളി കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. ആസ് എ ഫാൻ നമുക്ക് മനസ്സിലാവും. ആസ് എ ബോർഡ് ഓഫ് ഡയറക്ടർ ഹി ക്യാൻ ഈസിലി സീ വാട്ട്സ് ഹാപ്പനിങ്. അപ്പം ഹി കോൾഡ് എമർജൻസി മീറ്റിംഗ്. എന്നിട്ട് പറഞ്ഞു, ബഡി നിനക്ക് വേണ്ടിയതെല്ലാം ഞാൻ തന്നിട്ടുണ്ട്, ഓക്കെ, ഈ സീസൺ നീ ട്രോഫി അടിക്കണം എന്ന്. അപ്പൊ ഏത് ട്രോഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ നമുക്കിവിടെ കോമൺ സെൻസ് യൂസ് ചെയ്യേണ്ടി വരും. കാരബോ കപ്പ് അല്ല എന്തായാലും സംസാരിക്കുന്നത് ഫോർ ഷുവർ. പുള്ളി ഉദ്ദേശിക്കുന്നത് FA കപ്പ്, പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്. ചാമ്പ്യൻസ് ലീഗ് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ കഴിഞ്ഞ സീസണിന്റെ കൂട്ട് തന്നെ ചിലപ്പോൾ ഒരു നല്ലൊരു റൺ എത്രത്തോളം പോവുക അത്രത്തോളം പോട്ട് എന്നുള്ള ഒരു സാധനം നമുക്ക് പറയാൻ പറ്റും. ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് നല്ലൊരു പ്രകടനം ചിലപ്പോൾ കാഴ്ചവെക്കാൻ പറ്റും. ബിക്കോസ് നമ്മുടെ സ്ക്വാഡ് ഡെപ്ത് ബാലൻസ്ഡ് ആണ്, സ്ക്വാഡുണ്ട്. പ്രീമിയർ ലീഗിൽ ആയിരിക്കണം ജോഷ് ക്രോങ്കി കൂടുതൽ സ്ട്രെസ് കൊടുത്തിട്ടുള്ളത്. FA കപ്പ് ഒരു ബോണസ് ആയിട്ടൊക്കെ ആയിരിക്കും സംസാരിച്ചത്. ഇത് എൻ്റെ ഒരു കോമൺ സെൻസ് വെച്ചു എൻ്റെ ഒരു അനാലിസിസ് ആണ്. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഞാനിതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടാണ്. അർട്ടറ്റയുടെ മണ്ടയിൽ ഈ ഒരു പ്രഷർ വരേണ്ടത് അനിവാര്യമായിരുന്നു. കാരണം ഒബമയാങ്ങിനെ തുടക്കത്തിൽ എങ്ങനെ കൗണ്ടർ അറ്റാക്കിംഗ് ഫോർമാറ്റിൽ യൂസ് ചെയ്തോ, ഓക്കെ, അതുപോലൊക്കെ ഗ്യോക്കറൈസിനെ യൂസ് ചെയ്യണം. കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ടും കുറച്ചുകൂടെ പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടൊക്കെ ഗെയിമിനെ അപ്രോച്ച് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഗെയിമിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി ഗെയിം അല്ല. അപ്പം ബോട്ടം ലൈൻ അർട്ടറ്റയ്ക്ക് പ്രഷർ വരണം. അർട്ടറ്റ ചെയ്ത ഒന്നിനെയും ഞാൻ കുറച്ച് കാണത്തില്ല. 7 വർഷങ്ങൾക്ക് മുമ്പ് ടീം എങ്ങനെയായിരുന്നു, ആ ടീമിനെ ബിൽഡ് ചെയ്ത് ടൈറ്റിൽ ചാലഞ്ചിങ് ടീമാക്കി എടുത്തതിൽ അർട്ടറ്റ വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല. അതിനൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുന്നു. അത് കഴിഞ്ഞ 3 സീസണിൽ നമ്മളിപ്പോൾ ചാലഞ്ചിങ് എന്നുള്ളൊരു സാധനത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, ബോർഡും പേഷ്യൻ്റ് ആയിരുന്നു, ക്ഷമയോടെ നോക്കിയിരുന്നു. ഓക്കെ, ഈ സീസൺ കഴിയുമ്പോൾ അടുത്ത സീസൺ തരികയാണ്, 3ാമത്തെ സീസൺ, 4ാമത്തെ സീസൺ വരുമ്പോൾ ഏത് വലിയ ബോർഡാണെങ്കിലും വന്ന് പറയത്തില്ല, മക്കളെ മതി, ഈ സീസൺ നീ ട്രോഫി അടിക്കണം എന്ന് പറയുമല്ലോ. അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. സോ ഐ ആം വെരി ഹാപ്പി. അതായത് ഇങ്ങനൊരു മീറ്റിങ്ങിനെ പറ്റി വെളിയിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നു എന്നുള്ള അർട്ടറ്റയ്ക്ക് പ്രഷർ വന്നു എന്നുള്ള കാര്യത്തിൽ. സോ എന്തായാലും മുന്നോട്ടുള്ള ഗെയിമിൽ ആർസണലിനും അർട്ടറ്റയ്ക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ കളിച്ച് ഒരു ടൈറ്റിൽ വിന്നിങ് ടീമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. അഗെയിൻ ഹാപ്പി ഓണം.